ഇനിയെങ്കിലും ഒരു മൂവി എടുക്കുമ്പോൾ നമ്മുടെ നാടിനെ പറ്റി ഒരു സ്റ്റഡിയെങ്കിലും നടത്തിയിട്ടെടുത്താൽ വലിയ ഉപകാരമായിരിക്കും. ഞാനീ പറയുന്നത് ബോളിവുഡിൽ നിന്ന് വന്ന പരം സുന്ദരി എന്ന് പറയുന്ന മൂവിയെ പറ്റിയാണ്. ശരി പറഞ്ഞാൽ നമ്മളെ നാടിനെ ഇവർ പോർട്രേ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കണ്ണ് തള്ളിപ്പോയി. ഇപ്പോൾ ഒരു കേരള ക്രൈം ഫയൽസ് കണ്ടു, എൻ്റെ അമ്മ. പിന്നെ അത് പിന്നെ ഒന്നും പറയാനില്ല, ഇവിടെ ഒരുമാതിരി ടെററിസ്റ്റ് ഭൂമിയെ കണക്കാണല്ലോ അവന്മാരവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ഇപ്പോൾ പരം സുന്ദരി എന്ന് പറഞ്ഞ പടത്തിലെ ഒരു സീനാണ് ജാൻവി കപൂർ തെങ്ങിനെ മണ്ടേ കയറി തേങ്ങ ഇടുന്നു. ആൻഡ് അതൊരു ഡെയിലി റൊട്ടീനൊക്കെ കണക്കാണ് ഇവർ കാണിക്കുന്നത്. ലൈക്ക് ബോളിവുഡിലുള്ള എല്ലാവരും എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, തലയിൽ എപ്പോഴും മറ്റേ പൂ വയ്ക്കണം, ആൻഡ് സദ്യ എപ്പോഴും മറ്റേ ഇലയിൽ കഴിക്കണം, അല്ലെങ്കിൽ എപ്പോഴും മരം കയറണം. ഇതൊക്കെയാണോ ലൈക്ക് ഇവിടെ കേരള എന്ന് പറയുന്നത്? ഒരുപാടായി ലൈക്ക് നമ്മുടെ ഈ ഒരു മലയാളത്തിനെ ഇങ്ങനെ ഇവർ പോർട്രേ ചെയ്യുന്നത്. ഇന്ത്യയിലുള്ള ബാക്കി ആൾക്കാർ ഇപ്പോൾ നമ്മുടെ ഒരു മലയാളം മൂവി പാൻ ഇന്ത്യ റീച്ചിൽ എത്തുമ്പോൾ ലൈക്ക് അത് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു നാടിനെ പറ്റിയല്ല. പക്ഷേ ഈ ബോളിവുഡിൽ ഇപ്പോൾ ഇതുപോലെ ഒരു കേരളത്തിനെയൊക്കെ പറ്റി എടുക്കുമ്പോൾ ഇവരിത് ഒരുപാട് ഇപ്പോൾ ഹിന്ദി ഇൻഡസ്ട്രി തന്നെ നമ്മുടെ മലയാളത്തിന് ഇങ്ങനെയുള്ള രീതിയിലാണ് പോർട്രേ ചെയ്ത് വയ്ക്കുന്നത്. എന്ത് മണ്ടത്തിനാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ കാണുമ്പോൾ ലൈക്ക് ഓക്കെ ഇതൊരു ജസ്റ്റ് ഒരു മൂവി, അത്ര കേരളത്തിലുള്ളവരൊക്കെ ഇങ്ങനെയല്ലേ എന്നുള്ളൊരു രീതിയിലുള്ളൊരു ആറ്റിറ്റ്യൂഡായി ഇവരാക്കി എടുക്കുന്നു. ആൻഡ് ഏറ്റവും വലിയ കോമഡി, ഇതിന് അടുത്ത വർഷം നാഷണൽ അവാർഡ് ആയിരിക്കും. പരം സുന്ദരി ആയിരിക്കും അടുത്ത വർഷത്തെ ബെസ്റ്റ് മൂവി നാഷണൽ അവാർഡ്. ആൻഡ് ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിനെ പറ്റിയുള്ള മിസ്ലീഡിങ് ഇൻഫർമേഷൻസ്. ആൻഡ് ഇത്രയും കോമഡി പീസാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ കേരളത്തിനെ. സോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്?